ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനെ ഞാൻ ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതിയും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബട്ടർഫ്ലൈൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രിപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ. പാൻ കുക്കറാണ്. എനിക്കൊരു വലിയ പാന് വേണമായിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. നമ്മൾ മന്തിയോ ബിരിയാണിയോ ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ്, അല്ലെങ്കിൽ കുറച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാറുള്ളത് ട്രിപ്ലൈൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സോസ് പാനിലാണ്. അത് ബർഗനർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ പൊടി വാട്ടാനായാലൊക്കെ ആവശ്യത്തിന് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു 4 ലിറ്ററിൻ്റെ ഒക്കെ പോട്ട് വരുന്നത് നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ബട്ടർഫ്ലൈൻ്റെ പാൻ കുക്കർ നല്ല സൂട്ടബിളാണ് തോന്നി. ഇത് 4.5 ലിറ്റർ കപ്പാസിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ 10 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ 3 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ 5 ലിറ്ററിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറുള്ളത്, അത് നോൾട്ടൻ്റെ ആണ്. അത് ഉള്ളിലേക്ക് മൂടുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ട് വാങ്ങുന്നതിനേക്കാളും ഈ കുക്കർ വാങ്ങിച്ചാൽ എനിക്ക് പോട്ടിൻ്റെ ആവശ്യം നടക്കും, അതുപോലെ തന്നെ കുക്കറിൻ്റെ ആവശ്യം നടക്കുമല്ലോ. കുക്കർ ലിഡില്ലെങ്കിൽ നമുക്ക് പോട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെയും യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ കുക്കർ തന്നെ വാങ്ങിയിട്ടോ. അപ്പോൾ അതാണ് ലാഭം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വാങ്ങിയത് കേട്ടോ. നല്ല വെയിറ്റും ബോട്ടം സാൻഡ്വിച്ച് ബോട്ടാണ്, നല്ല പ്രോഡക്റ്റ് ആട്ടോ. ഇതിൻ്റെ 2 ഞാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഓൾറെഡി. 2 ലിറ്റർ കപ്പാസിറ്റിയിലുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 10 ലിറ്ററിൻ്റെ 1.5 കിലോ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യാറുണ്ട്. മറ്റേത് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു കുക്കർ. അതും ബട്ടർഫ്ലൈ ആണ് കേട്ടോ, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ അൺബോക്സിങ്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ചെടിക്കൊന്ന് ഫെർട്ടിലൈസ് ചെയ്യണം, നനക്കണം ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം അഴ ഒഴിവാക്കണം. അതിൽ 2 ദിവസമായിരുന്നു കേട്ടോ ഇട്ടിട്ട്, ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അങ്ങോട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉണങ്ങി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പകൽ സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തോ ഒന്നാമതൊരു മൂടുണ്ടായിരുന്നില്ല, എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. രണ്ടാമത് ഇന്ന് കാര്യമായിട്ട് കുക്കൊന്നും ചെയ്തിട്ടില്ല. കുക്ക് ചെയ്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുക്കൊന്നും ചെയ്തിട്ടില്ല. ക്ലീനിങ് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസം ക്ലീനിങ് ഒക്കെ വലിയ ജോലികളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് അങ്ങനെ ടൈം പോയി. അപ്പോൾ ഇതാ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെടി ഇന്ന് നനക്കണ ദിവസമാണ്. 2-3 ദിവസമായി ഫെർട്ടിലൈസ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഫോൾഡ് ചെയ്യാനൊക്കെ പെൻഡിങ് ആണ്. ഇതിനിപ്പോൾ അഴമന്നുണ്ട് മടക്കി വെച്ചാൽ അത് അപ്പം തീരും, അല്ലാതെ ഒരുമിച്ചാവുമ്പോൾ പിന്നെ കരുതി മാറ്റി വെച്ചാൽ അതങ്ങനെ ഇരിക്കും കേട്ടോ. അതങ്ങനെയാണ്, അതെല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മേലെ ഇവിടെ വാഷിംഗ് മെഷീൻ ഇട്ടിരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഡ്രസ്സ് ഉണക്കാനും മടക്കാനൊക്കെ ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ വീടുണ്ടാക്കിയപ്പോൾ അതിന് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഞാനവിടെ കൊണ്ടിടാത്തതിൻ്റെ കാരണം തന്നെ ഇവിടെ താഴെ ആകുമ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് എനിക്ക് ഒഴിവിനനുസരിച്ച് മൂടിനനുസരിച്ച് എടുത്ത് മടക്കി ഒതുക്കി വെക്കാലോ, അത് കരുതിയിട്ടാണ് കേട്ടോ. മേലെ ആകുമ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങൂലല്ലോ. അന്നൊക്കെ ഞാൻ സ്ഥിരം മേലൊക്കെ കയറി ഇറങ്ങിയിരുന്നു കേട്ടോ. ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്ന ആ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അത് വലിയൊരു ഹാളാണ്. അപ്പോൾ അവിടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ കയറണമായിരുന്നു. അപ്പോൾ രാവിലെ ആ വർക്കൗട്ട് ചെയ്യാൻ കയറുമ്പോൾ അലക്കാനിടും. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം അത് അഴയമൊക്കെ എടുത്തിട്ടിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ അന്ന് ഫോണിൽ നോക്കിയിട്ടാണ്, ഫോണിൽ സൂം ക്ലാസ് ഇട്ടിട്ടാണ് വർക്കൗട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ ടി വിയിലേക്ക് സ്ക്രീന് ഷെയർ ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ അതാ എനിക്കൊരു സൗകര്യം. അപ്പോൾ താഴെ തന്നെ വർക്കൗട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ മേലേക്ക് കയറൽ പറ്റി നിർത്തുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായതുകൊണ്ട് എനിക്ക് അത് സൗകര്യം തോന്നിയിട്ടാണ്. നമുക്ക് വീട്ടിൽ ഹെൽപ്പിന് ആരുമില്ല, അല്ലെങ്കിൽ സെർവൻസ് ആരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം കേട്ടോ. അല്ലാതെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ നമുക്ക്
ട്രാവൽ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആകെ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്ലാനിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അതിനൊക്കെ പറ്റുള്ളൂ. പിന്നെ എന്നെപ്പോലെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ആണെങ്കിൽ പറയും വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ തയ്ക്കും, വേറെ ചെയ്യും. ഇപ്പോൾ ഈ ഒരു ടേബിൾ തന്നെ ഞാൻ വാൾപേപ്പർ ചെയ്താൽ കേട്ടോ. ഇത് ബ്ലാക്ക് കളറായിരുന്നു, അത് ഞാൻ വാൾപേപ്പർ ചെയ്ത് വൈറ്റ് ആക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും എനിക്ക് ഓരോ ദിവസം. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അതൊക്കെ. അങ്ങനെയൊക്കെ ബിസി ആയിട്ടിരിക്കണതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരിക്കണത് വലിയ ഇഷ്ടമൊന്നുമില്ല. വെറുതെ ഇരിക്കണ ഇഷ്ടമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ ജോലികളുണ്ടല്ലോ, അത് ചെയ്യാനും ഭയങ്കര താല്പര്യമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ, ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്ത് അത് കാണുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്കാരുണ്ടാവുമല്ലോ, അതിൽ പെട്ടതാണ് കേട്ടോ ഞാനൊക്കെ. ഞാൻ തന്നെ ചെയ്ത് അതിങ്ങനെ ആസ്വദിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേട്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ചെടികളൊക്കെ വെക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കത്തിന് നമുക്ക് ടൈമും വേണം കേട്ടോ. ടൈമും വേണം, അതിന് താല്പര്യവും വേണം. താല്പര്യമുള്ളവർക്ക് അത് അറിയണം എന്നൊന്നുമില്ല. നമുക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ചറിഞ്ഞ് ഒക്കെ കണ്ടെത്തും. താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ പിന്നെ മറ്റൊരാളത് കണ്ടിട്ട് ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ അങ്ങനെ ചെയ്ത് വെച്ചിക്കണ്, അപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. നമുക്ക് താല്പര്യം വേണം. പിന്നെ ചെയ്ത് താല്പര്യമായി വരലും ഉണ്ട് കേട്ടോ ചിലർക്കൊക്കെ. അപ്പോൾ അതന്ന് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഞാൻ ഫെർട്ടിലൈസ് ചെയ്യുന്നത് 18 എന്തെങ്കിലും ഒരു NPK ഒരു മാസത്തിലൊരിക്കൽ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബക്കറ്റ് വെള്ളത്തൊക്കെ ആയതുകൊണ്ട് 2 ഡീപ്പ് സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ എടുക്കാൻ കാരണം അത് ആകെ അലിഞ്ഞ്, ഞാനിങ്ങനെ ഈ നനഞ്ഞ സ്പൂണും ഇതൊക്കെ ഇടുന്ന കാരണം ആകെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ മിക്സ് ആവാനും ഭയങ്കര പാടാണ്, ഒരു മണൽത്തരി പോലെ ഇങ്ങനെ കിടക്കും. എനിക്ക് തോന്നുന്നുണ്ട് ഇവരിത് മണൽ ചേർക്കുന്നുണ്ടോ സംശയമുണ്ട്. തൂക്കത്തിനാണല്ലോ അതൊക്കെ പൈസ. അപ്പോൾ മണൽ പോലെ അങ്ങനെ അടിയിൽ ഊറി കിടക്കണതാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കും. ഒന്നുകിൽ നമുക്ക് താഴെ ഒഴിച്ചു കൊടുത്തിട്ട് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ജഗ് കൊണ്ട് തന്നെ അങ്ങനെ തെളിച്ച് നനച്ചു കൊടുക്കുക ചെയ്യട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് പരിപാടി. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച പരിപാടിയാണ് കേട്ടോ അത്. ഇങ്ങനെ വിചാരിച്ചു തുടങ്ങിയിട്ട് കുറേ ദിവസമായി. മുന്നേ എന്നോ ചെയ്തൊരു വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞെന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഇന്ന് ഇത് ചെയ്യായതുകൊണ്ട് ഇത് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ വ്ളോഗിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെയും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് മേലെ കൂടിയും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഈ അഗ്ലോണിമൊക്കെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എപ്പോഴും ഭയങ്കര ഫംഗസ് വന്നുകൊണ്ടിരിക്കുകയാണ്, മരുന്നടിക്കുമ്പോൾ ഒന്ന് പോവും പിന്നെയും വരികയാണെന്ന്. ഇപ്പം ഞാൻ നനക്കുമ്പോഴൊക്കെ അതിൻ്റെ അടിയത്തെ പ്ലേറ്റ്സൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ട് ഒരുവിധം ഇതിൻ്റെയൊക്കെ. അപ്പോൾ താഴേക്ക് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് താഴേക്ക് പോകും. അടിയിൽ ഇൻ്റർലോക്കാണ്, അതുകൊണ്ട് താഴേക്ക് പോകും, പ്രശ്നമില്ല. അപ്പം ഞാൻ ഇങ്ങനെ മേലെ കൂടി നനച്ചു കൊടുക്കുക ചെയ്യണത്. അപ്പം അങ്ങനെ നനക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഫംഗസ് വരൽ ഒരുപാട് കുറവാണ്. ഈ ഭാഗത്തേക്ക് അങ്ങനെ ഫംഗസ് വന്നിട്ടില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നുണ്ട് നേഴ്സറിയിൽ നമ്മൾ പുതിയ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഫംഗസ്. അത് മാറിക്കിട്ടാൻ വലിയ പാടായിരിക്കും. എത്ര ഫംഗസ് വന്നാലും മാറ്റിയൊക്കെ വെക്കും കേട്ടോ. എന്നാലും ചെടി ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടിയില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി വെക്കുക എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ഇഷ്ടത്തിനൊക്കെ ആക്കി വെക്കുക, അങ്ങനെ സന്തോഷം കണ്ടെത്തുക. നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ തന്നെ ഒരു 80% വീടിൻ്റെ ഉള്ളിലാണ് വീട്ടമ്മമാർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ കാണുക, ഇഷ്ടമുള്ള രീതിക്കൊക്കെ ആക്കി വെക്കുക. നമുക്ക് എപ്പോഴും പുറത്തിറങ്ങി പോകാനും ഒക്കെ പറ്റാത്ത ആൾക്കാരല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുക. അതിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുക. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ മക്കൾക്കായാലും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടായാലും ഒരു 10 കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. മറ്റേത് നമ്മൾ കുറേ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ഒരു തൃപ്തിപ്പെടാത്ത പോലെ തോന്നും കേട്ടോ. അത് മറ്റുള്ളവരും അത് കണ്ടറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മളെ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും. പക്ഷെ അവർക്കത് ഇത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, നല്ല കാര്യങ്ങൾ. ഇപ്പം എൻ്റെ മോനെ ഗെയിമിങ് പഠിപ്പിക്കാൻ വിട്ടതിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാറില്ലേ. എനിക്ക് ഗെയിം കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ അവന് അങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അവൻ്റെ ഇഷ്ടത്തിനല്ലേ. അവനല്ലേ ഇനി മുന്നോട്ട് ജീവിക്കുക, അവൻ്റെ ജീവിതത്തിൽ അവനല്ലേ ജീവിക്കാനുള്ളത്. എൻ്റെ സ്ഥാനത്തേക്കിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ഉമ്മമാരാണ് ഉപ്പമാരാണ് കൂടെ പറപ്പാണെന്നൊക്കെ പറഞ്ഞാലും
ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം, അവർക്ക് വ്യക്തിപരമായിട്ടൊരു ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ അവർ ആ ഇഷ്ടത്തിനും വേണ്ട പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രയോറിറ്റി കൊടുത്ത് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ലേഡീസ് അവർ ഒരുപാട് കുറേ ആൾക്കാരൊക്കെ നമ്മളെ ഇഷ്ടങ്ങൾക്ക് ഈവൻ ഒരു കറി വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ പോലും അധികം നല്ല കുടുംബിനികളായിട്ടുള്ള, അതായത് നല്ല ഭർത്താവിനെയും മക്കളൊക്കെ സ്നേഹിച്ച് ജീവിക്കണ ഒരു ലേഡിയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക നമ്മളെ മക്കളുടെ ഇഷ്ടത്തിനാണ്. അവരെ ഇഷ്ടം എന്താണോ അതനുസരിച്ചാണ് നമ്മളൊരു കറി വരെ വെക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും അങ്ങനെ ആയിരിക്കും, ഒരു ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും, ഞാനും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും കുറച്ചൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാലാണ് നമ്മൾ ജീവിച്ചിരുന്നതിനൊക്കെ ഒരു അർത്ഥമുള്ളൂ അല്ലേ. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു അല്ലേ ഞാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം ഇന്നിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്ത് ഞാൻ അകത്തുള്ള മണി പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ബാക്കി ഈ ഫെർട്ടിലൈസ് കലക്കിയ വെള്ളമായിട്ട് അകത്തേക്കൊന്ന് പോകണം. അതേപോലെ തന്നെ ഞാൻ ഈ ഫെലനോപ്സിസ് ഫുള്ള് ഹോളുള്ള പോട്ടാണല്ലോ, അപ്പോൾ അത് ആ ട്രയൽ ഇറക്കി വെച്ചിട്ട് അതിൽ നനച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ അതിലത്തെ ഉള്ളിൽ കരിയും കല്ലും ഒക്കെയാണല്ലോ, ഇഷ്ടികയും കരിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കണം കേട്ടോ. എന്നിട്ട് പൂവ് ഏകദേശം 6 മാസമായി തുടങ്ങി കേട്ടോ, തീരാനായി തുടങ്ങി. ഓരോരോ പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇപ്പം എന്ത് പറഞ്ഞാലും ഓർക്കിഡ് ഉണ്ടല്ലോ അതൊരു സംഭവമാണ്. പൂക്കൾ കാണാൻ നമുക്ക് പൂക്കൾ കണ്ട് കൊതി തീരണമെങ്കിൽ ഓർക്കിഡ് തന്നെ വേണം. പക്ഷെ ഭയങ്കര കെയറിങ്, ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ മേലേക്ക് പോട്ടെ കേട്ടോ നനക്കാൻ. ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അത് നനച്ചു കൊടുക്കണം. എന്നിപ്പോൾ ഫെർട്ടിലൈസ് ചെയ്ത വെള്ളമായതുകൊണ്ട് ഒക്കെ ഇതിനും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ. ഇടയ്ക്ക് ഞാനിതൊന്നും ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ലീഫൊക്കെ ഒന്ന് കഴുകി സ്പ്രേ ചെയ്തൊക്കെ നന്നാക്കി എടുക്കും കേട്ടോ. മോന് താഴെ കാർട്ടൂൺ കണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്താൻ. കുറേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വെള്ളം ഡ്രൈനേജ് പുറത്തേക്ക് പോകാത്ത പോട്ടാണ് കേട്ടോ. അതിന് ഒരു ട്രേ താഴെ ഇൻബിൽഡ് ആയിട്ടുണ്ട്, അപ്പോൾ താഴേക്ക് വെള്ളം വരില്ല. ഈ ഒരു പോട്ട് അങ്ങനെയല്ല കേട്ടോ, അതിന് ഞാൻ അടിയിലൊരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടിയാലും അതിന് പ്രശ്നമൊന്നും പറ്റാനില്ല, അങ്ങനെ നിന്നോളും. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോൾ മണി പ്ലാന്റ്സിൻ്റെ അടി ചെയ്യലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാണാം കേട്ടോ. അത് അവിടെയുള്ള ചെടിക്കും ഒന്ന് നനക്കട്ടെ. ഇവിടെ നിറച്ച് മണി പ്ലാന്റ് വെച്ചിരുന്നു കേട്ടോ ഞാൻ, അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മണ്ണൂത്തിയിലൊന്ന് പോയിട്ട് കുറച്ച് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരണം. ആകെ നിരത്തി പരത്തി ഇട്ടിരുന്നു കേട്ടോ മോനെ ഇവിടെ വന്നാൽ പിന്നെ ഒക്കെ ഒരു കഥയാണ്. ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഭാഗത്ത് വെച്ച കാരണം കുറേ പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴും മോഹന് ബോൾ ഇട്ടിട്ടൊക്കെ അതാകെ നാശമായിന്. ഇപ്പം ഒന്ന് റീപ്ലാന്റ് ചെയ്ത് വേറൊരു സ്പേസ് അതിന് കണ്ടെത്തണം. ഫിഡി ലീഫൊക്കെ ഇതേപോലെ എത്ര നോക്കിയിട്ടും അങ്ങോട്ട് ഞാൻ വിചാരിച്ച ഒരു ഷേപ്പിൽ അത് വരുന്നില്ല. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്ന് വലിയ പ്ലാന്റ് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മേലെ വെച്ചിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ വീണ്ടും നാളെ ഒരു വ്ലോഗായിട്ട് വരാം. അസ്സലാമു അലൈക്കും.